പെൻഷൻ വേണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. അതിനെന്താ പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, പെൻഷൻ എന്നത് തൊഴിൽ ചെയ്യുന്നവരുടെ ഒരു അവകാശമാണ്. റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ഈ തൊഴിൽ ചെയ്തവർക്കും അവരുടെ കുടുംബത്തിനും സംരക്ഷണം എന്നുള്ള ധാരണയാണ് പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ പെൻഷൻ നിയമപരമായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ഇന്ത്യയിലുടനീളം ഉണ്ടായത്. ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റദ്ദ് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റദ്ദ് ചെയ്തപ്പം ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ആൻ്റണി ഗവൺമെൻറ് ആണ് തുടക്കത്തിൽ അധികാരത്തിലുള്ളത്. പിന്നെ ഉമ്മൻചാണ്ടി വന്നല്ലോ. ആ ഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി പെൻഷൻ കോൺട്രിബ്യൂട്ടറി ആവുന്നത്. അന്ന് ദീർഘമേറിയ സമരം കേരളത്തിലെ സർവീസ് മേഖലയിൽ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഈ പെൻഷൻ ഇപ്പോൾ സാമൂഹ്യ ചുറ്റുപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നിട്ട് ഈ ജീവനക്കാർക്ക് നഷ്ടം വരാത്ത നിലയിൽ ഒരു പുതിയ പെൻഷൻ സ്കീം രൂപപ്പെടുത്തണം എന്ന ഒരു പൊതു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യമായ പഠനം നടത്തി മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ നിലപാടും ഈ പെൻഷൻ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നം സജി ചെറിയാൻ, ഈ ജനസംഖ്യാ വർധനവിൻ്റെ ഭാഗമായി പെൻഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു, കൂടുതൽ ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്നു. അത് സ്വാഭാവികമാണ്. അത് ജനസംഖ്യ വർധനവ് അതിനനുസരിച്ച് ക്രമപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ എന്നുള്ളൊരു നിലപാടൊന്നും ഇവിടെ ഇടതുപക്ഷത്തിനില്ല. ആ വർധനവിനനുസരിച്ച് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വരുമാനം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. കേരളത്തിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ഇവിടെ പെൻഷൻ ജോലി ചെയ്യുന്നവരുടെ അവകാശമായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുക. അത് വേറെ വിവാദമാക്കേണ്ടുന്ന ഒരാവശ്യവും ആ പ്രശ്നത്തിലില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടോ? ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആശാവർക്കർമാരാണത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. ഞാനിവിടെ അത് ഓരോ സ്റ്റേറ്റിലും കിട്ടുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലാണ്, ഔദ്യോഗികമായ കണക്കാണ്. ആശാവർക്കർമാർക്ക് അനുകൂലമാണ് ഗവൺമെൻറ് വിളിച്ച ചർച്ചയിലും ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആശാവർക്കർമാരുടെ ഭാവി സംരക്ഷണത്തിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ നീക്കങ്ങൾ ഈ സമരത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു തീരുമാനമെടുത്ത് പുറത്തു വരാൻ കഴിയാത്തത്. അത് ആശാവർക്കർമാർ തന്നെയാണ്. അത് ആശാവർക്കർമാർ അവർക്ക് തന്നെ പരിശോധിക്കാൻ വേണ്ടി എത്ര ആശാവർക്കർമാർ അവരുടെ അനുകൂലമുണ്ട്. മഹാഭൂരിപക്ഷം ആശാവർക്കർമാരെയും ഇതിൻ്റെ കൂടെയല്ല. എന്നാൽ ആശാവർക്കർമാരുടെ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഇനി എത്ര തെറ്റായ രീതിയിലേക്ക് അവർ പോയി കഴിഞ്ഞാലും കേരളത്തിൽ ഇപ്പോൾ സമരത്തിലുള്ള ആശാവർക്കർമാരും ഇല്ലാത്ത ആശാവർക്കർമാരും കേരളത്തിലെ ആശാവർക്കർമാർ എന്നുള്ള നിലയിൽ ഒന്നിച്ചുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിക്കുക. അവിടെ സംരക്ഷണത്തിന് സഹായകരമായ എല്ലാ നടപടികളും ഗവൺമെൻറ് ഭാവിയിൽ സ്വീകരിക്കും. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതിനനുസൃതമായി ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ്റിന് എതിരഭിപ്രായമില്ല. കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം ഒരു തരത്തിലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്രത്തിൻ്റെ മന്ത്രി നദ്ദ പറഞ്ഞല്ലോ, ഇത് വർദ്ധിപ്പിക്കില്ല എന്നുള്ളത്. ഇപ്പം വർദ്ധിപ്പിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് കേരളത്തിനുള്ളത്. ഇനി കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും കേരളം വർദ്ധിപ്പിക്കും. ഈ സാഹചര്യങ്ങൾ മാറ്റം വരുന്നതിനനുസരിച്ച് ഇപ്പോൾ വയനാട് പുനരധിവാസത്തിന് ഒരു പൈസയും കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞപ്പം കേരളം 750 കോടി രൂപ അനുവദിച്ചില്ലേ? കേരളത്തെ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഞെരുക്കുകയാണ് കേന്ദ്രം. അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമം കേരള ഗവൺമെൻറ് നടത്തേണ്ടത്. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ തന്നെയാണ് കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇല്ലല്ല, അവരെല്ലാം ജോലി ചെയ്യുന്നവരല്ലേ.